ആ കുട്ടിയുടെ പ്രായം കണക്കാക്കുമ്പോഴാണ്, പക്വതയില്ലായ്മയും കണക്കാക്കുമ്പോഴാണ്. അത് തന്നെ ഒരു സ്വയം കൃതാനർത്ഥമാണ് ആ കുട്ടി വരുത്തി വെച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ആദ്യമേ തന്നെ മീനാക്ഷിയുടെ ഒരു എന്താ പറയുക, ആദർശ പുരുഷന്മാരായിട്ട് മീനാക്ഷി കാണുന്ന ചിലരെ കുറിച്ച് പറഞ്ഞിരുന്നു. അതും ആ ഒരു ആദർശ പുരുഷന്മാരെ അല്ലെങ്കിൽ അനുകരണീയമായ മാതൃകയായിട്ട് ആ കുട്ടി കാണുന്ന ആളുകളും പ്രശ്നം തന്നെയാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതിൽ 2 പേരുകളാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഞാൻ നേരത്തെ ആദർശ പുരുഷന്മാരെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മ വന്ന 2 പേരാണ്. ഒന്ന് മൈത്രേയനും ഒന്നും ഡോക്ടർ വൈശാഖൻ തമ്പി. മൈത്രേയൻ എന്ന് പറയുന്ന ഒരു അടിമുടി ഒരു അരാജകവാദിയാണ്. അരാജകത്വം കൊണ്ടുവരണം, കാരണം അതിരുകളില്ലാത്ത ലോകം, അങ്ങനെ ഈ പറയുന്ന ഉട്ടോപ്യൻ സിദ്ധാന്തങ്ങളെന്ന് പറയപ്പെടുന്ന കുറെ സിദ്ധാന്തങ്ങളുമായി നടക്കും. എന്നാൽ ആ കുസൃതിയുടെയൊക്കെ ജീവിതം തന്നെ അത് തെളിവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമല്ലേ അയാളുടെ പറയുന്ന മറുപടികളൊക്കെ, മകളെ കുറിച്ച് പോലും, മകളെ കുറിച്ച് കുടുംബം പിരിച്ചുവിടുക, അങ്ങനെയുള്ള ഒരു അരാജകത്വം സമൂഹത്തിൽ ഉണ്ടായി കാണണം. അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ കൊണ്ട് അഭിരമിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് മൈത്രേയൻ. മൈത്രേയൻ്റെ ഒരു പ്രസക്തി ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈത്രേയൻ്റെ ജീവിതം അടുത്തറിയാവുന്ന ആർക്കെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയധികം പ്രചാരം നേടുന്നത് വരെ ഇത്തരത്തിലുള്ള, മൈത്രേയൻ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആശയങ്ങളുമായി നടന്നിരുന്നൊരു മനുഷ്യനാണ്. മൈത്രേയൻ ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ ബോധോദയമുണ്ടായ മനുഷ്യനല്ല. മൈത്രേയൻ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഒരു ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന ആൾക്കാർക്ക് തോന്നുന്ന ഒരു അരാജകത്വം പ്രചരിപ്പിക്കുവാനുള്ള ആശയങ്ങളുമായി നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ മൈത്രേയൻ്റെ ദൗർഭാഗ്യത്തിന് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇത്രയധികം പ്രചാരം കിട്ടുന്നതിന് മുമ്പുള്ളൊരു കാലത്ത് മൈത്രേയനെ അധികം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരത്തിൽ വന്നതിന് ശേഷം മൈത്രേയൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത് 10 മടങ്ങായി വർദ്ധിച്ചു. 10 മടങ്ങല്ല, ഒരു 100,000 മടങ്ങുകളായി വർദ്ധിച്ചു. മൈത്രേയൻ ഒരുപാട് ആരാധകരുണ്ടായി. ഇതുവരെ മൈത്രേയൻ കണ്ടിട്ടില്ലാത്തൊരു പ്രശസ്തി മൈത്രേയന് ലഭിച്ചു. മൈത്രേയന് വിദേശ യാത്രകൾ സുഗമമായി തരപ്പെട്ടു. മൈത്രേയൻ മുമ്പ് പോയിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മുമ്പ് പോയിരുന്നതിൽ സുഗമമായി തരപ്പെട്ടു. അപ്പോൾ മൈത്രേയന് തന്നെ മൈത്രേയൻ്റെ സെലിബ്രിറ്റി ഇമേജ് കൂടി എന്ന് മാത്രമല്ല, മൈത്രേയൻ ഏത് ലക്ഷ്യത്തിൽ വേണ്ടിയിട്ടാണോ മൈത്രേയൻ്റെ യാത്ര വളരെ കാലം മുമ്പ് ആരംഭിച്ചത് എത്താൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ മൈത്രേയനിൽ കൂടുതൽ രൂഢമൂലമായി ഉറപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ മൈത്രേയൻ്റെ ഈ അരാജകത്വ സിദ്ധാന്തങ്ങളുടെ തീക്ഷ്ണതയും രൂക്ഷതയും കൂടി വന്നു. അതുകൊണ്ട് തന്നെയാണ് പല അഭിമുഖങ്ങളിലും ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ മൈത്രേയൻ പൊട്ടിത്തെറിക്കുന്നതും, ആ ചോദ്യം ചോദിച്ചയാൾ, അതിപ്പോൾ 24 ചാനലിലാവട്ടെ ഒരു യൂട്യൂബ് ചാനലിലാവട്ടെ, ചോദ്യം ചോദിച്ചയാളെ പരിഹസിക്കാനും അയാൾക്ക് നേരെ പൊട്ടിത്തെറിച്ച് അധിക്ഷേപിക്കാനും ചിലപ്പോൾ അതൊന്നും ഫലവത്താകാത്തപ്പോൾ ഇറങ്ങിപ്പോകുവാനും ഒക്കെ മുതിരേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്.